പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം നയതന്ത്ര തലത്തിൽ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിർത്തിയിൽ പ്രകോപനം തുടരുന്നതിന് തിരിച്ചടി നൽകുന്നുണ്ടെങ്കിലും കടുത്ത നടപടിയിലേക്ക് ഇന്ത്യ ഇതുവരെ കടന്നിട്ടില്ല. പാകിസ്ഥാനിലേക്കുള്ള ടെറർ ഫണ്ടിംഗ് നിർത്തുകയെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഏറെയും. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി നിരോധിക്കുകയും കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ നങ്കൂരമിടുന്നതിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു. ഇതിനു മറുപടിയായി ഇതേ നടപടി പാകിസ്ഥാനും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതീവ ഗുരുതരമായ സംഘർഷങ്ങൾ തുടരുന്നതിനിടെ പാകിസ്ഥാനി രാഷ്ട്രീയക്കാരൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഏവരിലും ചിരി പടർത്തി വൈറലായത്. പാകിസ്ഥാനി നേതാവും ദേശീയ അസംബ്ലി അംഗവുമായ ഷേർ അഫ്സൽ ഖാൻ മാർവത്തിനോടാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എന്തു ചെയ്യുമെന്ന് മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ മറുപടി ലളിതമായിരുന്നു: ഇനിയെങ്ങാനും യുദ്ധമുണ്ടായാൽ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകും. അടുത്തതായി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയാൽ എന്തു ചെയ്യും എന്നായിരുന്നു അടുത്ത ചോദ്യം. അതിന് മോദി എൻ്റെ അമ്മായിയുടെ മോനൊന്നുമല്ലല്ലോ ഞാൻ പറഞ്ഞാൽ പിന്നോട്ട് പോകാൻ എന്ന മറുപടിയും നൽകി. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ താമസമുണ്ടായില്ല. പാകിസ്ഥാൻ രാഷ്ട്രീയക്കാർക്ക് പോലും സൈന്യത്തെ വിശ്വാസമില്ല എന്ന തരത്തിലായിരുന്നു പ്രചാരണം. ജയിലിലായ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ തെഹ്രീക്ക് ഇ ഇൻസാഫുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന നേതാവാണ് മാർവാത്ത്. എന്നാൽ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ആരോപിച്ച് ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നയാളുമാണ്. ഇന്ത്യക്കെതിരെ നിയന്ത്രിത രേഖയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മേന്ദാർ, നോഷേര, സുന്ദർബനി, അഖ്നൂർ എന്നിവിടങ്ങളിൽ ശനിയാഴ്ച രാത്രി വെടിയൊച്ചകൾ ഉയർന്നു. ഇന്ത്യയും ഇതിനോട് ശക്തമായിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. ഇൻഡസ് വെള്ളക്കരാർ റദ്ദാക്കുക, യൂട്യൂബ് ചാനലുകൾ നിരോധിക്കുക, നയതന്ത്ര വിദഗ്ധരെ പുറത്താക്കുക, ഇന്ത്യയിലുള്ള പാക് പൗരന്മാരോട് രാജ്യം വിടാൻ ആവശ്യപ്പെടുക തുടങ്ങിയ നടപടികൾ നേരത്തെ തന്നെ എടുത്തിരുന്നു. പാകിസ്ഥാനിലേക്കുള്ള തപാൽ, കപ്പൽ സർവീസുകൾ നിർത്തി. ഇന്ത്യയുടെ വ്യോമപാത ഉപയോഗിക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുമായുള്ള പാക് ചരക്ക് നീക്കത്തിനും നിരോധനം ഏർപ്പെടുത്തി.